സാർ യുഎസ് വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനായിരുന്നു ഇന്നലെ വിപണി സാക്ഷ്യം വഹിച്ചത് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സൂചികകളെല്ലാം തന്നെ ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡൗ ജോൺസ് സൂചിക 39,000 എന്നൊരു മാർക്ക് കൈവിട്ടുകൊണ്ട് 0.25% ഇടിവിൽ 38,989.83 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 0.41% ഇടിവിൽ 16,207.51 എന്ന നിലവാരത്തിലും S&P 500 വളരെ ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ 5,130.95 എന്നൊരു നിലവാരത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിപണിയെ സംബന്ധിച്ചൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമെന്നാണ് സർ പ്രതീക്ഷിക്കുന്നത്? അനില, എനിക്ക് ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്ക് എനിക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നില്ല. See, the undertone continues to be very, very bullish. നമ്മൾ കഴിഞ്ഞ 4-5 സെഷൻസിൽ കാര്യമായിട്ട് പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ബട്ട് ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പ്രോഫിറ്റ് ടേക്കിംഗ് അറ്റ് ഓൾ. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലാസ്റ്റ് മേജർ ബോട്ടം ഫെബ്രുവരി 13 ആയിരുന്നു. അതിനുശേഷം വി ആർ സീയിങ് എ ബുള്ളിഷ് മൊമെന്റം ഓൺലി. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് അമേരിക്കൻ വിപണിയിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ മാർച്ച് 1 ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിയിരുന്നു. ആൻഡ് ഇറ്റ് ഹഡ് ക്രോസ്ഡ് 18,000 ഫോർ ദ ഫസ്റ്റ് ടൈം. ആൻഡ് അതിന് ഇൻഫാക്ട് 18,300 ആദ്യമായിട്ട് 18,300 പോയിന്റ് ആദ്യമായിട്ടായിരുന്നു ചരിത്രത്തിൽ ക്രോസ് ചെയ്തത്. ഇന്നലെ അഗെയിൻ നമ്മൾ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടില്ല എന്ന് മാത്രം. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. സർ, കമോഡിറ്റി വിപണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കമോഡിറ്റി വിപണിയിൽ പ്രത്യേകിച്ചും ക്രൂഡ് അതിൻ്റെ ഒരു 4 മാസത്തെ ഉയർച്ചയിൽ നിന്നൊരു ശക്തമായിട്ടൊരു കറക്ഷനാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. WTI ക്രൂഡ് ബാരലിന് 78.45 എന്ന നിലവാരത്തിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെൻഡ് ബാരലിന് 82.63 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൂചികയിലേക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും 78 എന്നൊരു നിലവാരത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് വ്യാപാരം ഇന്നത്തെ ഒരു ഇതുവരെയുള്ള ട്രേഡിംഗ് സെഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നിലയിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? പ്രത്യേകിച്ചും OPEC പ്ലസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ സപ്ലൈ കട്ട് കുറയ്ക്കും എന്ന് വീണ്ടും അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു സാഹചര്യത്തിൽ സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? തോന്നുന്നില്ല നമ്മൾ ഈ ഒപെക്കിന്റെ പ്രഖ്യാപനത്തിലോട്ട് കാര്യമായിട്ടൊരു അറ്റൻഷൻ കൊടുക്കണമെന്ന്. ബിക്കോസ് യൂഷ്വലി നമ്മളൊക്കെ വി ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം ദ ഷോർട്ട് ടു മീഡിയം ടേം പെർസ്പെക്റ്റീവ്. സോ ക്രൂഡിന്റെ കേസിൽ WTI ക്രൂഡിന്റെ കേസിൽ $80 റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ $80 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു നല്ല ശ്രമം ഉണ്ടായിരുന്നു. ആൻഡ് ഇന്നലെ വീണ്ടും ആ $80 ലെവൽ എത്തിയപ്പോഴേക്കും വി ഹാവ് സീൻ സ്മോൾ ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഒരു വിധത്തിലും ആ ഒരു ബുള്ളിഷ് അണ്ടർടോണിനെ ബാധിച്ചിട്ടില്ല. അണ്ടർടോൺ ക്രൂഡിന്റെ കേസിൽ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആസ് സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $77. എനിക്ക് തോന്നുന്നില്ല $77 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഓൺ ദി അതർ ഹാൻഡ് ഇന്ന് വീണ്ടും $80 റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രൂഡിന്റെ കേസിൽ അഗെയിൻ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭ്യമാവും. സർ, ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു കുതിപ്പാണ് ഗോൾഡിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏകദേശം അതൊരു ഓൾ ടൈം ഹൈ ലെവലിന് അടുത്തേക്ക് പോകുന്നു എന്ന് തന്നെ പറയാം. നിലവിൽ ഔൺസിന് 2,119.85 എന്നൊരു നിലവാരത്തിലാണ് ഗോൾഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ഒരു നിലവാരം നോക്കുകയാണെങ്കിൽ 2,125-26 വരെയൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡുമായി ബന്ധപ്പെട്ട് ഇനി സർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു ബുള്ളിഷ് ടോണിലാണ് ഗോൾഡ് മുന്നോട്ട് പോകുന്നതെന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഗോൾഡിലേക്ക് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഗോൾഡിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു സമയമായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാര്യം സ്വർണത്തിന്റെ കേസിൽ നമ്മൾ ഡിസംബർ മാസത്തിന് ശേഷം ഒരു വലിയൊരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു സ്വർണം. $2,040 ആയിരുന്നു നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ലെവല്. അത് ആ ഒരു കഴിഞ്ഞ 2-3 മാസത്തിനിടെ ലോട്ട് ഓഫ് അൺസർട്ടനിറ്റി വാസ് ദയർ. അതായത് ഗോൾഡ് താഴോട്ട് വരുവോ അല്ല മുകളിലോട്ട് കുതിക്കുവോ എന്ന്. ആൻഡ് മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ തന്നെ നമുക്കൊരു നല്ലൊരു ഇൻഡിക്കേഷൻ കിട്ടി ദാറ്റ് അണ്ടർടോൺ വാസ് അഗെയിൻ ടേണിംഗ് ബുള്ളിഷ്. സോ സ്വർണത്തിന്റെ കേസിൽ നമ്മൾ ലോങ് പൊസിഷൻസ് ഈ സ്റ്റേജിൽ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല.
സ്വർണത്തിന്റെ കേസിൽ താമസിക്കാതെ തന്നെ നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. നിലവിലുള്ള റെക്കോർഡ് ഓൾ ടൈം ഹൈ 2152 ആൻഡ് ഐ എം ഫെയർലി ഷുവർ ദാറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്വർണം ബ്രേക്ക് ചെയ്യും. സർ, ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ തുടക്ക വ്യാപാരത്തിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഇന്നലെ വിപണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 22,440.9 എന്നൊരു നിലവാരം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീടുള്ള ഒരു ഡേ ഫുൾ സെഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. 22,358.3 വരെ ഇടിഞ്ഞിരുന്നു എങ്കിൽ പോലും ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,400 എന്നൊരു ലെവലിന് മുകളിൽ 22,405.6 എന്നൊരു നിലവാരത്തിലാണ്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സാറിന്റെ പ്രധാനപ്പെട്ട എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റിയുടെ അണ്ടർടോൺ നോക്കിക്കഴിഞ്ഞാൽ അഗൈൻ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റിയിൽ നമ്മൾ കനത്ത ഒരു സെല്ലിംഗ് ഇമ്മീഡിയറ്റ്ലി നേരിടുമെന്ന്. സോ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് സപ്പോർട്ടിനായിട്ട് 22,200 പോയിന്റ് ലെറ്റസ് കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഒരു അണ്ടർടോണിൽ ഒരു ഷോർട്ട് ടേമിൽ ഒരു ബെയറിഷ്നെസ് വരാൻ പോകുന്നുള്ളൂ. ഒരു മേജർ ടാർഗറ്റ് ഞാൻ നിഫ്റ്റി 50 നോക്കിക്കൊണ്ടിരിക്കുന്നു 22,800 പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ലെവലിൽ നിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നിഫ്റ്റി 50 നമുക്കൊരു 400 പോയിന്റിന് നേട്ടം കൂടെ നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ബാങ്കും ഏകദേശം നിഫ്റ്റിയെ പോലെ തന്നെ സമാനമായിട്ടൊരു ഫ്ലാറ്റ് ടോണിലായിരുന്നു ഇൻട്രാഡേയിൽ മുഴുവൻ വ്യാപാരം കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.34% വളരെ നേരിയ നേട്ടം രേഖപ്പെടുത്തി 47,456.1 എന്നൊരു നിലവാരത്തിലുമായിരുന്നു. ഇൻട്രാഡേ ഹൈ നോക്കുകയാണെങ്കിൽ 47,529.6 എന്നൊരു നിലവാരവുമായിരുന്നു. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ പോയിന്റ് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ബുള്ളി സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നു എന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സൂചികയിൽ സാർ ഇനി വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? വളരെ ശരിയാ. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് 2-3 സെഷൻ മുൻപ് തന്നെ കിട്ടിയിരുന്നു. ആൻഡ് ഇന്നലെ ആ ഒരു ബുള്ളിഷ് സെറ്റപ്പിന് കുറെ കൂടെ ശക്തി പ്രാപിക്കുക ചെയ്തത്. ആൻഡ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ 2-3 ഇമ്പോർട്ടന്റ് ലെവൽസ് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്നത്. ആദ്യത്തെ 47,750, അതിനെ തുടർന്ന് 48,400 ആൻഡ് ദെൻ 48,800. ഈ 3 ലെവൽസ് ആയിരിക്കും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് ചോദിക്കാൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഒരു പക്ഷേ PSC സൂചികൾ നോക്കുകയാണെങ്കിൽ ഓഹരികൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം നേട്ടം നൽകിയ ഓഹരിയിൽ ഒന്നാണ് ഈ ഒരു ഡിഫൻസ് ഓഹരിയായിട്ടുള്ള ഭേൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഏകദേശം ഇൻട്രാഡേയിൽ 15% വരെ ഉയർന്ന് 275.85 എന്നൊരു ഇൻട്രാഡേ ഹൈ വരെ ടച്ച് ചെയ്യാൻ ഭേൽ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 12.38% നേട്ടത്തിൽ 265.1 എന്നൊരു നിലവാരത്തിലാണ്. ഭേലുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ NTPC കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവരുടെ സിലിഗ്രോലി പ്ലാന്റുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബിഡിന്റെ ആ ഒരു ഓപ്ഷന്റെ ഏക ബിഡറാണ് ഭേൽ എന്നടക്കമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭേലുമായി ബന്ധപ്പെട്ട് സാറിന് മുന്നോട്ടേക്ക് കാണുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിനുള്ള സമയമാണോ? അനില, നമ്മൾ BHELന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഒത്തിരി ആഴ്ചകൾക്ക് ശേഷമായിരുന്നു ഇത്രയും ശക്തമായിട്ട് ഇന്നലെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടത്. ഇൻഫാക്ട് കഴിഞ്ഞ 6 ആഴ്ചകൾ മറ്റുമായിട്ടായിരുന്നു ഈ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ സ്റ്റോക്ക് ഒരു അഗെയിൻ ന്യൂ 52 വീക്ക് ഹൈ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലെവലിൽ പ്രോഫിറ്റ് ടേക്ക് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇന്നോ നാളെ ഒരുപക്ഷെ സ്റ്റോക്കിൽ ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നേക്കാം. ബട്ട് ഡോണ്ട് വറി, അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. പുതിയൊരു ബുള്ളിഷ് മൂവ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. BHELന് തൊട്ട് മുൻപ് വേറൊരു പബ്ലിക് സെക്ടർ കമ്പനി മുന്നേറിയത് വാസ് ഭാരത് ഇലക്ട്രോണിക്സ്. ഭാരത് ഇലക്ട്രോണിക്സ് ഇത്രത്തോളം ശക്തി കാണിച്ചില്ലെങ്കിലും വളരെ സ്റ്റഡി ആയിട്ട് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നമുക്ക് നേട്ടം നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതിലൊരു മൂന്നാമത്തെ ഒരു ട്രിപ്ലറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഭാരത് എർത്ത് മൂവേഴ്സ്.
ഭാരത് എർത്ത് മൂവേഴ്സ് ഈ ഒരു മൂവില് പങ്കെടുത്തിട്ടില്ല. ആൻഡ് പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് എർത്ത് മൂവേഴ്സിൽ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇന്നത്തെ ട്രേഡിംഗിൽ 3300 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ BMLന്റെ കേസിൽ നമുക്കൊരു വലിയ കുതിപ്പ് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ മറ്റൊരു PSU സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ 228. യെസ് സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് മുത്തൂറ്റ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഓഹരിയിൽ കാര്യമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 1.23% നേട്ടത്തിൽ 1335.7 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 53 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 5 രേഖപ്പെടുത്തിയ 1537.35 എന്നൊരു നിലവാരമാണ്. അതിനുശേഷം വലിയ തോതിൽ ഈ ഒരു ഓഹരിയിൽ ഒരു കറക്ഷൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടൊരു 2 മാസങ്ങളിലായി. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് വീണ്ടും ഒരു ബൈയിങ് ഇൻഡസ്ട്രി ഒരു ഓഹരിയിൽ കടന്നു വരുന്നുണ്ട്. മുത്തൂറ്റ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? മുത്തൂറ്റ് ഫിനാൻസിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 1400 രൂപയായിരിക്കണം. 1400ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറും. സോ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ലോങ് ട്രേഡിങ്ങിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. വൺ ഡിസ്ക്ലോഷർ, എനിക്ക് പേഴ്സണലി മുത്തൂറ്റ് ഫൈനാൻസിൽ ഓൾറെഡി നിലവിൽ ഒരു ലോങ് ടേം പൊസിഷൻ ഉണ്ട്. സർ, അതിനോടൊപ്പം തന്നെ ഇൻഷുറൻസ് മേഖലയിൽ നിന്നുള്ള ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു നേരിയ ഒരു ഇടിവ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 0.15% ഇടിവിൽ 1650 രൂപ എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 53 ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 28 രേഖപ്പെടുത്തിയ 1734.9 എന്ന നിലവാരമാണ്. ഈ ഒരു സാധ്യത ഒരു ഹൈ നിലയിൽ ഈ ഒരു ഹൈ റേഞ്ചിൽ നിൽക്കുമ്പോൾ ക്ഷമിക്കണം, ICICI ലൊംബാർഡുമായി ബന്ധപ്പെട്ട സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് സാർ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ജനുവരി അവസാനത്തോടു കൂടിയായിരുന്നു 1360 ഈ സ്റ്റോക്കിന് മേജർ ബോട്ടം കാണാൻ ഇടയായത്. അതിനുശേഷം സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച 1740 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. സിൻസ് ദെൻ കഴിഞ്ഞ 5 സെഷൻസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 1665 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 1610 രൂപയുടെ സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വിപണിയിലേക്ക് എത്തിയിട്ട് അധിക നാളായിട്ടില്ലാത്ത ഒരു സ്റ്റോക്കാണ് RBZ ജുവലേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓഹരി ഇന്നലെ 1.94% ഇടിവിൽ 162 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 27 ആയിരുന്നു ഓഹരി വിപണിയിലേക്ക് RBZ ജുവലേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നത്. 53 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരി 15 രേഖപ്പെടുത്തിയ 255.35 എന്നൊരു നിലവാരമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് വലിയ തോതിൽ ഒരു കഴിഞ്ഞ കുറച്ച് 1.5 മാസമായിട്ട് ഓഹരിയിൽ വലിയ തോതിലൊരു കറക്ഷനാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. RBZ ജുവലേഴ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? സോ അനിൽ, RBSZന്റെ കൂടെ തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു ഇതേ ബിസിനസ്സിലുള്ള ഒരു സ്റ്റോക്കാണ് മോർട്ടിസൺസ് ജ്വല്ലറി. ഈ 2 സ്റ്റോക്സിന്റെ ഒരു സിമിലാരിറ്റി ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിങ്ങിന് ശേഷം പെട്ടെന്ന് ഒരു കുതിപ്പ് നടന്നിരുന്നു. ബട്ട് അതിനുശേഷം കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഈ സ്റ്റോക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ഈ 2 സ്റ്റോക്സും ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. RBZന്റെ കേസിൽ പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഓൾസോ ഇൻ ദ കേസ് ഓഫ് മോർട്ടിസൺ, ഈ 2 കമ്പനികളുടെയും ഫൈനാൻഷ്യൽസ് ആദ്യം തന്നെ സ്റ്റഡി ചെയ്യുക. ആ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഈവൻ കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ RBSZന്റെ കേസിൽ 155 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റോക്ക് 180 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒരു വലിയ കുതിപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
മോർട്ടിസൺസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മോർട്ടിസന്റെ കേസിലും 155 തന്നെയായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട്. ആൻഡ് എഗെയിൻ ഈ ഒരു സ്റ്റോക്കിലും 180 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് അല്ലെങ്കിൽ കറന്റ് ലെവൽസിൽ സ്റ്റോക്കിൽ ഒന്നും ചെയ്യേണ്ട. 180ന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. സാർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് കിരൺ എന്നൊരു പ്രേക്ഷകൻ FACTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.5% ഇടിവിൽ 718 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50 ഹൈ നോക്കുകയാണെങ്കിൽ 908 രൂപയാണ്. ജനുവരി 25-നാണ് ഈ ഒരു ഓഹരിയിൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? ലോങ് ടേം ട്രെൻഡ് ഇൻ FACT ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ സ്റ്റോക്കിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 700 രൂപയായിരിക്കണം. 700ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇറ്റ് വിൽ ബി അഡ്വൈസബിൾ ഈ സ്റ്റോക്കിൽ തൽക്കാലം ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നത്. സ്റ്റോക്കിന്റെ ഈ ഒരു ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് 750 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബിജി തമ്പി എന്ന പ്രേക്ഷകൻ നെറ്റ്വർക്ക് 18യുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു ലോവർ സർക്യൂട്ടിൽ 100.25 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെറ്റ്വർക്ക് 18യുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അനില, എനിക്ക് ആ സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സാർ, നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. സോ നെറ്റ്വർക്ക് 18 BSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഞാൻ ഇതേ ഫോർത്തില് പലതവണ സൂചിപ്പിച്ചിട്ടുള്ള എനിക്ക് അധികം കംഫർട്ടബിൾ അല്ലാത്തൊരു സെഗ്മെന്റ് മീഡിയ സെക്ടർ. ആൻഡ് ഒക്ടോബർ മാസത്തിലായിരുന്നു നമുക്ക് നെറ്റ്വർക്ക് 18 മേജർ ബോട്ടം കാണാൻ സാധിക്കുന്ന അറൌണ്ട് 62 രൂപ. അതിനുശേഷം ജനുവരി മാസം വരെ നല്ലൊരു മുന്നേറ്റമായിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ ഇടയായത്. 132 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. ബട്ട് സിൻസ് ദെൻ സ്റ്റോക്കിൽ നമുക്കൊരു നല്ല സെല്ലിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ടുള്ള 100 രൂപ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 100 രൂപയുടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ ഈ സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ ഒരു ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് 110 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. രാജേഷ് എന്ന പ്രേക്ഷകൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 1.02% നേട്ടത്തിൽ 138.9 എന്ന നിലവാരത്തിലാണ് ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 142 കാണുന്നത്. 142ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 150 അതിനെ തുടർന്ന് 160. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 122 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സർ, സുമേഷ് എന്ന പ്രേക്ഷകൻ ടിറ്റഗർ റെയിൽവേസുമായി ബന്ധപ്പെട്ട് റെയിൽ സിസ്റ്റംസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.86% ഇടിവിൽ 937 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 20 രേഖപ്പെടുത്തി 1248 ആണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? ടിറ്റഗർ റെയിലിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് ജനുവരി മാസത്തിൽ 1240 ഓൾ ടൈം ഹൈ ലെവൽ എത്തിയതിനു ശേഷം മറ്റ് റെയിൽവേ സ്റ്റോക്സിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 880 റുപ്പീസ് സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 1050 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
സർ ബിന്ദു എന്ന പ്രേക്ഷക ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിവിൽ 323.15 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 26 രേഖപ്പെടുത്തിയ 348 രൂപയാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ ജിയോഫിന്റെ കേസിൽ ഒരു ഡിസ്ക്ലോഷർ, പേഴ്സണലി എനിക്ക് ഒരു ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ജിയോഫിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 മാസത്തിനിടെ ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ജിയോഫിൻ. സോ സ്റ്റോക്ക് ഷോർട്ട് ടേമിൽ നോക്കുമ്പോഴേക്കും ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് കാണുന്നത്, ബട്ട് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. നമ്മൾ ലോങ് ടേമിന് വേണ്ടി ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുത്തതായിരുന്നെങ്കിൽ നമുക്ക് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഷോർട്ട് ടേം ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ലോങ് പൊസിഷൻ എടുത്തെങ്കിൽ ആദ്യത്തെ ഒരു സപ്പോർട്ട് 319 അതിനെ തുടർന്ന് 303 രൂപയിൽ നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. സർ റാഷിദ് എന്ന പ്രേക്ഷകൻ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? സോ ഹിന്ദുസ്ഥാൻ കോപ്പർ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് അവസാനത്തെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത് 234 രൂപയില്ല. സോ 234 രൂപ തന്നെ ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ. ആൻഡ് സ്റ്റോക്കിൽ ഈ ഒരു ലെവലിൽ പുതിയൊരു ബൈയിങ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിൽ കറക്ഷൻ നടക്കുന്ന സമയത്ത് 258 രൂപ ശ്രദ്ധിച്ചിരിക്കുക. 258 റുപ്പീസിന്റെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. രാജു എന്ന പ്രേക്ഷകൻ സർവേശ്വർ ഫുഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് കമ്പനിയായ ഈ ഒരു ഓഹരി ഇന്നലെ 4.5% ഇടിവിൽ 14 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ ഈ ഒരു സ്റ്റോക്കില് നമുക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണുന്നില്ല. വെരി സ്മോൾ ക്യാപ് കമ്പനി. സോ ഈ സ്റ്റോക്കില് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലും മാനേജ്മെന്റിലും കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സോ നമ്മൾ ഓൾറെഡി ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന മേജർ സപ്പോർട്ട് ഏരിയ 10 രൂപയായിരിക്കണം. സർ മറ്റൊരു പ്രേക്ഷകൻ ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിവിൽ 61.7 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈസാഫുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സോ അൺഫോർച്ചുനേറ്റ്ലി ഈസാഫ് ലിസ്റ്റിംഗിന് ശേഷം ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെച്ചിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് കഴിഞ്ഞ 1 മാസമായിട്ട് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ. ഇപ്പോഴും നമുക്ക് ഈ ഒരു സെല്ലിംഗ് അവസാനിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദ മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് നമുക്ക് കാണാവുന്നത് കഴിഞ്ഞ ആഴ്ച ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ലോ 61 രൂപ. രോഹിത് എന്ന പ്രേക്ഷകൻ ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ നേരിയ നേട്ടം രേഖപ്പെടുത്തി 153.8 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട സാറിൽ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഫെഡറൽ ബാങ്കിന്റെ കേസിൽ അഗെയിൻ സ്റ്റാർട്ടിങ് വിത്ത് എ ഡിസ്ക്ലോഷർ, പേഴ്സണലി എനിക്കൊരു പൊസിഷൻ ഉണ്ട്. ആൻഡ് ഫെഡറൽ ബാങ്കിന്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചകൾക്ക് മുൻപ് ഏതോ ഒരു വാർത്തകളുടെ അടിസ്ഥാനത്ത് there was a major selling. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം വാർത്തകൾ വരുമ്പോൾ ഐ യൂസ് ഇറ്റ് ബേസിക്കലി ആസ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. സോ കമ്പനിയുടെ കഴിഞ്ഞ 2 ക്വാർട്ടേഴ്സിലെ നമ്മൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് വാട്ട് വി ക്യാൻ ആക്ച്വലി ഡു ഇസ് 140 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ലോങ് ടേമിന് വേണ്ടി നമുക്ക് ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അവസാനമായിട്ട് തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി നജീം എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടെൻലയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 940 കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ ഒരു
ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ സ്റ്റോക്ക് 1060 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം.